Hi dears, welcome to all. Today let us discuss the third chapter in the third unit, Beyond the Horizon. Through this unit, we can discuss about the travel. Travel is an integral part of modern life. It opens up a new horizons and experience. More than travel is a exploration of the physical features of landscape. It takes us beyond the features of landscape in its customs, traditions, and rituals. This travel experience tells us about the strange rituals. Today, let us discuss the sacred turtles of Kadavu. The sacred means വിശുദ്ധമായ. Turtles means കടലാമകൾ. കടാവു ഐലൻഡിലെ വിശുദ്ധരായ കടലാമകൾ എന്ന ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രാവൽ ഈസ് മോർ ദാൻ എ മിയർ എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ്സ്കേപ്പ്. ഒരു പ്രകൃതി ദൃശ്യത്തിൻ്റെ ബാഹ്യ സ്വഭാവങ്ങൾ എടുത്തു കാണുന്നതിനപ്പുറം യാത്ര മറ്റെന്തൊക്കെയോ കൂടിയാണ്. ഇറ്റ് ടേക്സ് അസ് ബിയോണ്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ്സ്കേപ്പ്. ആ പ്രകൃതിയുടെ സവിശേഷതകൾക്കപ്പുറം ഇൻ ടു ഇറ്റ്സ് കസ്റ്റംസ്, ട്രഡീഷൻസ് ആൻഡ് റിച്വൽസ്. ആ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സിനപ്പുറം അത് നമ്മെ അവിടുത്തെ സംസ്കാരത്തിലേക്കും പാരമ്പര്യത്തിലേക്കും ആചാരങ്ങളിലേക്കുമെല്ലാം നമ്മെ കൊണ്ടുപോകുന്നു. ഈ ഒരു കഥയിലൂടെ ദിസ് ട്രാവൽ എക്സ്പീരിയൻസ് ടെൽസ് അസ് എബൌട്ട് എ സ്ട്രേഞ്ച് റിച്വൽ ഓൺ ഫിജിയൻ ഐലൻഡ്. ഫിജിയൻ ദ്വീപിലെ വിചിത്രമായ ഒരു ആചാരത്തിലേക്കാണ് ഈ യാത്രാനുഭവം നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, ലിസൺ at the page number 91 in your textbook. Kadavu on the sacred turtles of Kadavu on the island of Kadavu, pronounced Kandavu, one of the larger islands on the Fiji group, and some 50 miles by water from the capital city of Suva, is the Fijian village of Namuana. ഫിജി ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ദ്വീപുകളിലൊന്നാണ് കടാവു. സുവയുടെ തലസ്ഥാനത്ത് നിന്നും 50 മൈൽ സഞ്ചരിച്ചാൽ എത്തുന്നത് ഫിജിയൻ ഗ്രാമമായ നമുവാനയിലേക്കാണ്. നമുവാന നെസ്റ്റൽസ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ബ്യൂട്ടിഫുൾ ബേ അഡ്ജസൻറ്റ് ടു ദ ഗവൺമെൻറ് സ്റ്റേഷൻ ഇൻ വുനീസിയ ഹാർബർ. വുനീസിയ തുറമുഖത്തെ ഗവൺമെൻറ് സ്റ്റേഷനോട് തൊട്ടുകിടക്കുന്ന മനോഹരമായ മലയിടുക്കിന് താഴെയാണ് നമുവാന സ്ഥിതി ചെയ്യുന്നത്. ഹിയർ the island of Kadavu narrows down to an isthmus, and by climbing the hill behind Namuana village, one can stand on the saddle and look out to the sea, to the south, to the north. ഇവിടെ കടാവു ദ്വീപ് ഒരു കരയിടുക്കായി ചുരുങ്ങിക്കാണുന്നു. ഇവിടെ നിന്നും ഇതിന് പിറകിലുള്ള ഒരു വലിയ മലയുടെ മുകളിൽ കയറിയാൽ നമുക്ക് കുതിരയുടെ മുകളിലുള്ള സീറ്റിൽ നിന്ന് നോക്കിയാൽ നോർത്ത് മുതൽ സൗത്ത് വരെ നമുക്ക് കടൽ കാണാൻ സാധിക്കും. ലെജൻഡ് സേസ് ദാറ്റ് ഇൻ ദ ഡേയ്സ് ഗോൺ ബൈ ദ വേരിയേഴ്സ് ഓഫ് കടാവു സ്ലിഡ് ദെയർ കാനോ ഓൺ റോളേഴ്സ് അപ്പ് ഓവർ ദ നാരോ നെക്ക് ഓഫ് ദ ലാൻഡ് ടു സേവ് എ ലോങ് ജേർണി എറൗണ്ട് ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് ഓഫ് കടാവു ഐലൻഡ്. പോയ നാളുകളിൽ ഇവിടത്തെ യോദ്ധാക്കൾ ദ്വീപിൻ്റെ കിഴക്കും പടിഞ്ഞാറും ചുറ്റിയുള്ള നീണ്ട യാത്രകൾ ഒഴിവാക്കുവാനായി തങ്ങളുടെ വഞ്ചികളെ ഈ ഇടുങ്ങിയ കരയിടുക്ക് വഴി തള്ളി നീക്കുമായിരുന്നു. ഇതെല്ലാം ഐതിഹ്യങ്ങളാണ്. ഇതെല്ലാം ഇവിടുത്തെ ഐതിഹ്യങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്. ദ വിമൻ ഓഫ് നമുവാന വില്ലേജ് still preserve a very strange ritual, that of calling turtles from the sea. If you visit Namuana village to see the turtle calling, your schooner anchors in a beautiful bay right under the cliff of a rocky headland. നമുവാന ഗ്രാമത്തിലെ സ്ത്രീകൾ ഇപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരു വിചിത്രമായ ആചാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ആചാരത്തിൻ്റെ പേരാണ് ദ കോളിംഗ് ഓഫ് ടേർട്ടിൽസ് ഫ്രം ദ സീ. കടലിൽ നിന്നും ആമകളെ വിളിക്കുക. ഇഫ് യു വിസിറ്റ്, നിങ്ങൾ നമുവാന വില്ലേജ് സന്ദർശിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടി? ടു സീ ദ ടേർട്ടിൽ കാളിംഗ്,
ടേർട്ടിൽ കാളിംഗ് കാണാൻ വേണ്ടി. യുവർ സ്കൂനർ മീൻസ് സ്മാൾ ഷിപ്പ് ആങ്കേഴ്സ് ഇൻ എ ബ്യൂട്ടിഫുൾ ബേ റൈറ്റ് അണ്ടർ ദ ക്ലിഫ് ഓഫ് എ റോക്കി ഹെഡ്ലാൻഡ്. ആ റോക്കി ഹെഡ്ലാൻഡിന് താഴെയായിരിക്കും നിങ്ങളുടെ കപ്പൽ നിങ്ങൾ നങ്കൂരമിടുന്നത്. യു ലാൻഡ് ഓൺ ദ ബീച്ച്. എന്നിട്ട് നിങ്ങൾ ആ ബീച്ചിലേക്ക് കയറും. ഐദർ സിറ്റ് ഓൺ ദ റോക്ക് അണ്ടർ ദ ബ്ലഫ് ഓൺ ദ ബീച്ച്. ബീച്ചിന് താഴെ കുത്തനെയുള്ള പാറക്കെട്ടുകളിൽ കയറിയിരുന്നോ. അതല്ലെങ്കിൽ ക്ലൈംബ് ഓൺ എ റോക്കി ട്രാക്ക് ടു ദ പോയിന്റ് സം 150 to 200 feet അപ്പ് ദ റോക്ക് ഫേസ്. അതല്ലെങ്കിൽ 150-200 അടി മുകളിലുള്ള പാറയുടെ പരന്ന ഭാഗത്ത് നിങ്ങൾ കയറിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോട്ട് നങ്കൂരമിട്ടത് കൂറ്റൻ പാറക്കെട്ടിന് താഴെയുള്ള മനോഹരമായ ഉൾക്കടലിലായിരിക്കും. നിങ്ങൾക്ക് ബീച്ചിൽ നിന്ന് ആ പാറകളിൽ ഇരിക്കാം, അല്ലെങ്കിൽ ആ മുകളിലേക്ക് കയറാം. എവിടെ നിന്നായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് യു ഹാവ് എ സ്പ്ലെൻഡിഡ് വ്യൂ ആൻഡ് വിൽ ഫൈൻഡ് ആൻഡ് അസംബിൾ ഓൾ ദ മെയ്ഡൻ ഓഫ് ദ വില്ലേജ് നമുവാന. നമുവാന വില്ലേജിലെ കന്യകമാരെല്ലാം ഒത്തുകൂടി ഒരു പ്രത്യേക ഗീതം ആലപിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിംഗിങ് എ സ്ട്രേഞ്ച് ചാൻഡ്. ആസ് ദേ ചാൻഡ്, അവർ പാട്ട് പാടുമ്പോൾ, ഇഫ് യു ലുക്ക് വെരി കെയർഫുള്ളി ഡൗൺ ഇൻ ടു ദ വാട്ടർ ഓഫ് ദ ബേ, നിങ്ങൾ വളരെ സൂക്ഷ്മമായി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉൾക്കടലിലേക്ക് നോക്കിയാൽ യു വിൽ സീ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ജയൻറ്റ് ടേർട്ടിൽസ് റൈസ് വൺ ബൈ വൺ, വലിയ കടലാമകൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നത് കാണാം. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ദേ ലൈ ഓൺ ദ സർഫേസ് ലിസണിങ് ടു ദ മ്യൂസിക്. ആ ഒരു പാട്ട് കേൾക്കാനെന്ന പോലെ ആ കരയിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട്, അവിടെ മെല്ലെ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ആമകളെ വിളിക്കുന്ന ഈ ഒരു ആചാരം. ഇത് നമുവാന വില്ലേജിലാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊരു കെട്ടുകഥയാണെന്ന്, അല്ലേ? ദിസ് ഈസ് നോട്ട് എ ഫെയറി ടെയിൽ. ഇതൊരിക്കലും ഒരു കെട്ടുകഥയല്ല. ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ്. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു കഥയാണ്. ആൻഡ് ദ വാട്ടർ ഇൻ ദിസ് ഏരിയ, ഈ ഒരു ഏരിയയിൽ ഈസ് ഫോർബിഡൻ ഫോർ ദ ഫിഷിംഗ് ഓഫ് ടേർട്ടിൽസ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആമകളെ പിടിക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. നിരോധിച്ചിട്ട് കൂടിയുള്ളത് എന്തുകൊണ്ടാണ്? ഇത് ഇവിടെ നടക്കുന്ന സംഭവമാണ്. അതിനു പുറമെ അനദർ ഇൻട്രസ്റ്റിംഗ് സൈഡ് ലൈൻ ടു ദിസ് പെർഫോമൻസ് ഈസ് ദാറ്റ് ഇഫ് എനി മെമ്പർ ഓഫ് ദ നിയർ ബൈ വില്ലേജ് നബൂക്കലേവു ഈസ് പ്രസൻറ്റ്, then the turtles will not rise to the surface of the bay. Another interesting sideline this performance. ഈ ഒരു പെർഫോമൻസിന് പിന്നിൽ വളരെ രസകരമായ ഒരു കഥ കൂടിയുണ്ട്, അല്ലെങ്കിൽ വളരെ രസകരമായ ഒരു വശം കൂടിയുണ്ട്. എന്താണത്? ഇഫ് എനി മെമ്പർ ഓഫ് ദ നിയർ ബൈ വില്ലേജ് നബൂക്കലേവു ഈസ് പ്രസൻറ്റ്. ആമയെ വിളിക്കുന്ന സമയത്ത് തൊട്ടടുത്ത ഗ്രാമമായ നബൂക്കലേവുവിലെ ഏതെങ്കിലും ഒരാൾ അവിടെയുണ്ടെങ്കിൽ, ഇഫ് എനി മെമ്പർ നിയർ ബൈ വില്ലേജ് നബൂക്കലേവു ഈസ് പ്രസൻറ്റ്, then the turtles will not rise to the surface of the bay. ഒരാമ പോലും തീരത്തേക്ക് ഉയർന്നു വരികയില്ല. കാരണം അങ്ങനെ ആയാൽ ആ സ്ത്രീകൾക്ക് then turtle calling will have to be abandoned. അങ്ങനെ ഈ ആമവിളി അതോടുകൂടെ അവസാനിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ ആ ഒരു ആമവിളി പെണ്ണുങ്ങൾ നിർത്തുകയും ചെയ്യും. ഒരൊറ്റ ആമ പോലും ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ കാരണം? അല്ലേ? ആസ് ഈസ് യൂഷ്വലി ദ കേസ് വിത്ത് എ സ്ട്രേഞ്ച് സെറിമണീസ് ആൻഡ് കസ്റ്റംസ് ഇൻ ഫിജി, the turtle calling is based on an ancient legend still passed on from father to son among the Fijian people of Kadao. ഇത്തരത്തിലുള്ള ആചാര രീതികൾ നമുക്ക് പതിവാണ്, അല്ലേ? ഫിജിയിലെ ആമവിളിക്ക് പിന്നിലും ഇതേപോലെയുള്ള മറ്റൊരു കഥയുണ്ട്. The turtle calling is based on an ancient legend, അല്ലേ? പുരാതനമായ ഒരു ഐതിഹ്യം, still passed on from father to son. ഇപ്പോഴും ഫിജിയൻ ജനങ്ങൾക്കിടയിൽ അച്ഛനിൽ നിന്നും മകനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കഥയാണത്. അത്
പകർന്ന് അടുത്ത തലമുറയിലേക്ക് വരെ എത്തുന്ന ഒരു കഥയാണ്. എന്തായിരിക്കും ആ കഥ? മെനി ഇയേഴ്സ് എഗോ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, ഇൻ ദ ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് നമുവാന, നമുവാനയിലെ മനോഹരമായ നമുവാന വില്ലേജിൽ, ഓൺ ദ ഐലൻഡ് ഓഫ് കടാവു, കടാവു ദ്വീപിലെ നമുവാന വില്ലേജിൽ, ലിവ്ഡ് എ വെരി ലവ്ലി പ്രിൻസസ് കോൾഡ് ടിനൈ കൊബേഗ. ടിനൈ കൊബേഗ എന്ന പേരിൽ സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. അവരാരായിരുന്നു? ഹു വാസ് ദ വൈഫ് ഓഫ് ദ ചീഫ് ഓഫ് നമുവാന വില്ലേജ്. നമുവാന ഗ്രാമത്തിലെ മൂപ്പൻ്റെ ഭാര്യയായിരുന്നു ടിനൈ കൊബേഗ. ഇതിലെ പേരുകളൊക്കെ നല്ല ശ്രദ്ധിക്കണം. വില്ലേജിൻ്റെ പേര് നമുവാന വില്ലേജ്. തൊട്ടടുത്ത നിയർ ബൈ വില്ലേജ് നബൂക്കലേവു. ഈ ഒരു സുന്ദരിയായ രാജകുമാരിയുടെ പേര് ടിനൈ കൊബേഗ. ടിനൈ കൊബേഗ ഹാഡ് എ ചാമിങ് ഡോട്ടർ കോൾഡ് റൊഡാലിസ്. അവളുടെ മകളുടെ പേരായിരുന്നു, സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു, കോൾഡ് റൊഡാലിസ്. റൊഡാലിസ് എന്നായിരുന്നു അവളുടെ പേര്. ആൻഡ് ദ ടു വിമൻ ഓഫൺ വെൻറ്റ് ഫിഷിംഗ് ഓൺ ദ റീഫ് അറൗണ്ട് ദെയർ ഹോം. ഈ രണ്ട് സ്ത്രീകളും സാധാരണയായി അവരുടെ വീടിന് ചുറ്റുമുള്ള കടലിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളിലേക്ക് മീൻ പിടിക്കാൻ പോകാറുണ്ടായിരുന്നു. വൺസ്, ഒരിക്കൽ അവർ മീൻ പിടിക്കാൻ പോകുന്ന സമയത്തുണ്ടായ ഒരു കഥയാണ് പറയുന്നത്. വൺസ് ടിനൈ കൊബേഗ ആൻഡ് റൊഡാലിസ് വെൻ ഫർദർ എഫീൽഡ് ദാൻ യൂഷ്വൽ. ഒരു ദിവസം അവർ പതിവിലും അകലേക്ക്, രണ്ടുപേരും മീൻ പിടിച്ച് പതിവിലും അകലേക്ക് പോയി. They waded out into the submerged reef which stretched out from the rocky headland to the east of the bay on which Namuwana village is situated. അവർ കുറേ അങ്ങോട്ട് കടലിലെ കാല് തെറ്റി അല്ലെങ്കിൽ കാലിൽ അങ്ങനെ മാറി they waded out into the submerged reef, അല്ലെ, വെള്ളത്തിൽ താഴ്ന്നു നിൽക്കുന്ന പാറക്കെട്ടുകളിലേക്ക് നീങ്ങി അവർ കുറേ അങ്ങോട്ട് പോയി. ഈസ്റ്റ് ഓഫ് ദ ബേ ഓൺ വിച്ച് നമുവാന വില്ലേജ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ കുറേ ഈസ്റ്റിൽ അങ്ങോട്ട് പോയി. They became so engrossed with their fishing that they did not notice a stealthy approach of a great volcano filled with fishermen from nearby village of Nabukelevo. അവർ വല്ലാതെ മീൻപിടിക്കലിൽ മുഴുകിപ്പോയിരുന്നു. They became so engrossed with their fishing, അവരുടെ മീൻപിടിക്കലിൽ. അതുകൊണ്ട് തന്നെ that they do not notice, അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, the stealthy approach of a great volcano, വലിയ ആ യുദ്ധക്കപ്പലിൻ്റെ കപടമായ ആ ഒരു വരവ്, അപ്രോച്ച്, ആ സമീപനം അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. filled with fishermen, അതിൽ നിറയെ മുക്കുവന്മാരുണ്ടായിരുന്നു. എവിടെയുള്ള? ഫ്രം നിയർ ബൈ വില്ലേജ് ഓഫ് നബൂക്കലേവു, തൊട്ടടുത്ത ഗ്രാമമായ നബൂക്കലേവുവിലെ ഫിഷർമാനായിരുന്നു ആ ഒരു യുദ്ധക്കപ്പലിൽ നിറച്ചുണ്ടായിരുന്നത്. ദിസ് വില്ലേജ്, ഈ ഒരു വില്ലേജ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഷാഡോ ഓഫ് മൗണ്ട് വാഷിങ്ടൺ. കടാവു ദ്വീപിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് വാഷിങ്ടണിന് താഴെയായിരുന്നു ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത്. ടുഡേ മൗണ്ട് വാഷിങ്ടൺ ഈസ് വെൽ നോൺ ടു ദ മറൈനേഴ്സ്. ഇന്ന് മൗണ്ട് വാഷിങ്ടണിനെ കുറിച്ച് അറിയാത്ത നാവികരുണ്ടാവില്ല. എല്ലാ നാവികർക്കും അറിയാം. ബിക്കോസ് ദർ ഈസ് എ സ്പ്ലെൻഡിഡ് ലൈറ്റ് ഹൗസ് ദർ. ഇന്ന് ധാരാളമായി അവിടെ ലൈറ്റ് ഹൗസുകളുണ്ട്. എന്തിനു വേണ്ടിയാണ് ലൈറ്റ് ഹൗസുകളുള്ളത്? വാർണിംഗ് ദം ദ ഡേഞ്ചേഴ്സ് ഓഫ് ദ റോക്കി കോസ്റ്റ് ലൈൻ. പാറകൾ നിറഞ്ഞ തീരത്തെക്കുറിച്ച് നാവികർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഈ ലൈറ്റ് ഹൗസാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് മൗണ്ട് വാഷിങ്ടണിനെ കുറിച്ച് അറിയാം. അങ്ങനെ സഡൻലി ദ ഫിഷർമെൻ ലിഫ്റ്റ് ഫ്രം ദെയർ കാനോ ആൻഡ് സീസ്ഡ് ദ ടു വിമൻ. പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് ടിനൈ കൊബേഗയുടെയും റൊഡാലിസിൻ്റെയും അടുത്തേക്ക് എത്തിയ ഈ ഒരു യുദ്ധക്കപ്പലിൽ നിന്നും മുക്കുവന്മാർ അവരുടെ അടുത്തേക്ക് ചാടി വീണു. ചാടിയിറങ്ങുകയും സ്ത്രീകളെ കടന്നു പിടിക്കുകയും ചെയ്തു. ബൗണ്ട് ദെയർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിത്ത് വൈൻ.
അവരുടെ കൈയും കാലും മുന്തിരി വള്ളികൾ അല്ലെങ്കിൽ മുന്തിരി ചെടി ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയും ചെയ്തു. Then tossed them into the bottom of the canoe and set off the great haste for home. എന്നിട്ട് അവരുടെ വഞ്ചിയിലേക്കിടുകയും അതിനുശേഷം അതിവേഗത്തിൽ തന്നെ തങ്ങളുടെ ഗ്രാമമായ നബൂക്കലേവിലേക്ക് പോവുകയും ചെയ്തു. Although the women pleaded for their lives, the cruel warriors from Nabukalevu did not listen to their entreaties. ഈ ഒരു 2 സ്ത്രീകൾ വളരെയധികം തങ്ങളുടെ ജീവന് വേണ്ടി യാചിച്ചു നോക്കി. പക്ഷേ നബൂക്കലേവിലെ ക്രൂരമായ ആ ഒരു മുക്കുവന്മാർ അവരുടെ അപേക്ഷയൊന്നും ചെവിക്കൊണ്ടില്ല. അല്ലെ, പ്ലഡഡ് എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ചു. ദെയർ എൻട്രീറ്റീസ് എന്ന് പറഞ്ഞാൽ അവരുടെ അപേക്ഷയൊന്നും അവർ സ്വീകരിച്ചില്ല. ദെൻ പിന്നീട് എന്ത് സംഭവിച്ചു? ദ ഗോഡ്സ് ഓഫ് ദ സീ ഹവർ വർ കൈൻഡ് ആൻഡ് സൂൺ എന്നാൽ കടൽ ദേവത വളരെ ദേവന്മാർ അല്ലെ, ഗോഡ്സ് ദേവന്മാർ, കടൽ ദേവന്മാർ വളരെയധികം ദയയുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ എ ഗ്രേറ്റ് സ്റ്റോം എറോസ്, ഒരു വലിയ കൊടുങ്കാറ്റ് ഉയർന്നു ആ സമയത്ത്. ദ കേനോ വാസ് ടോസ്ഡ് അബൌട്ട് ബൈ ഹ്യൂജ് വേവ്സ്, ഈ ഒരു കപ്പൽ വളരെയധികം ഉയർന്നു താഴുകയും വെള്ളത്തിൽ തിരമാലകളിൽ ആടി ഉലയുകയും ചെയ്തു. ബൈ ഹ്യൂജ് വേവ്സ് വിച്ച് ആൾമോസ്റ്റ് സ്വാംപഡ് ഇറ്റ്, അല്ലേ, ഇത് വെള്ളത്തിൽ ആടി ഉലഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ വെള്ളം നിറയാൻ തുടങ്ങി. സ്വാംപഡ് മീൻസ് വെള്ളം നിറയുക. ആസ് ദ കാനോ ഫൗണ്ടേഡ് ഇൻ ടു ദ സീ, ഈ ഒരു കപ്പൽ വെള്ളത്തിലേക്ക് മുങ്ങിയപ്പോൾ, ഫൗണ്ടേഡ് എന്ന് പറഞ്ഞാൽ സാങ്ക്, മുങ്ങിയപ്പോൾ, ഏതാണ്ട് മുങ്ങാറായി. ദ ഫിഷർമാൻ വേർ അസ്റ്റൗണ്ടഡ് ടു നോട്ടീസ് ദാറ്റ്, അല്ലേ, ഈ ഒരു മുക്കുവന്മാർ അവർ ഞെട്ടിപ്പോയി. അല്ലെ, വഞ്ചി പിന്നെ ഈ ഒരു തിരമാലയിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നറിയാതെ അവർ ആകെ ഉഴറുന്ന സമയത്ത് അവരെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായി. എന്തായിരുന്നു ആ സംഭവം? ദ 2 women lying in the water in the hold of the canoe, ഈ ഒരു വഞ്ചിയുടെ പുറത്ത് തൂങ്ങിക്കിടന്നിരുന്ന ഈ ഒരു 2 സ്ത്രീകൾ ഹാഡ് സഡൻലി ചേഞ്ച്ഡ് ഇൻ ടു ടേർട്ടിൽസ്, പെട്ടെന്ന് തന്നെ ആമകളായി മാറി. 2 സ്ത്രീകളും ആമകളായി മാറി. അങ്ങനെ ആൻഡ് ടു സേവ് ദെയർ ഓൺ ലിവ്സ് ദ മെൻ സീസ്ഡ് ദം ആൻഡ് ത്രൂ ദം ഇൻ ടു ദ സീ, തങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആ മുക്കുവന്മാർ ആമകളെ കടലിലേക്ക് എറിഞ്ഞു. പെട്ടെന്ന് തന്നെ അന്തരീക്ഷം ആദ്യത്തെ രീതിയിലാവുകയും ചെയ്തു. ആസ് ദേ സ്ലിപ്പ്ഡ് ഓവർ ദ സൈഡ് ഓഫ് ദ കാനോ, ആ ഒരു വഞ്ചിയുടെ സൈഡിൽ നിന്നും അവരെ എറിഞ്ഞപ്പോൾ തന്നെ, അല്ലെങ്കിൽ അവർ മാറിയപ്പോൾ, സ്ലിപ്പ്ഡ് എന്ന് പറഞ്ഞാൽ വഴുതി വീണപ്പോൾ, ദ വെദർ ചേഞ്ച്ഡ് ആൻഡ് ദർ വേർ നോ മോർ വേവ്സ്, അതിനുശേഷം അവിടെ ഒരു തിരമാലകളും ഉണ്ടായില്ല. അവിടെ തിരമാലകളും അതുപോലെ തന്നെ കടലെല്ലാം പ്രക്ഷുബ്ധമായിരുന്നു ആ 2 സ്ത്രീകളെ പിടിച്ചപ്പോൾ. അങ്ങനെ അവരെ കടലിലേക്ക് എറിഞ്ഞതോടുകൂടെ ആ കടൽ ആദ്യത്തെ അതേ അവസ്ഥയിലേക്ക് മാറി. The Nabukalevu fishermen continued their journey back to their home village. നബൂക്കലേവിലെ മുക്കുവന്മാർ തങ്ങളുടെ യാത്ര തുടർന്നു, തങ്ങളുടെ ഗ്രാമത്തിലേക്കുള്ള അവരുടെ യാത്ര തുടർന്നു. And the 2 women from നമുവാനയിലെ ഈ 2 സ്ത്രീകൾ എന്തായി? റൊഡാലിസും ടിനൈക്കോബേഗയും, who had been changed to turtles, ആമകളായി മാറിയിട്ടുണ്ട്. lived on the water of the bay, ഈ ഒരു ഉൾക്കടലിലെ വെള്ളത്തിൽ അവർ ജീവിച്ചു. It is their descendants today, അവരുടെ പിൻഗാമികളാണ്, who rise from the water, വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. When the maidens of their own village sing songs to them from the cliffs, പാറക്കെട്ടുകളുടെ മുകളിൽ കയറി നിന്ന് തങ്ങളുടെ ഗ്രാമത്തിലെ പെൺകുട്ടികൾ പാട്ട് പാടുമ്പോൾ ഉയർന്നു വരുന്നവർ ഇവരുടെ പിൻഗാമികളാണ്. റൊഡാലിസിൻ്റെയും ടിനൈക്കോബേഗയുടെയും പിൻഗാമികളായ പെൺകുട്ടികൾ പാട്ട് പാടുമ്പോൾ ഈ
രണ്ട് ആമകളായി മാറിയവരുടെ പിൻഗാമികളായ ആമകളാണത്രേ ഇവർ പാട്ട് പാടുമ്പോൾ ഉയർന്നു വരുന്നത്. അപ്പോൾ ഏതൊരു പാട്ടായിരിക്കും അവർ പാടുന്നത് എന്ന് കൂടെ നമുക്ക് നോക്കാം. The translation of the strange song which is chanted on such occasions is as follows. ഏത് പാട്ടാണ് അവർ പാടുന്നത്? The translation of a strange song which is chanted on such occasion is, the women of Namuwana all are dressed in mourning. നമുവാനയിലെ സ്ത്രീകളെല്ലാം വിലാപത്തിൻ്റെ ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്. ഈച്ച് ക്യാരീസ് എ സീക്രഡ് ക്ലബ് ഈച്ച് ടാറ്റൂഡ് ഇൻ എ സ്ട്രേഞ്ച് പാറ്റേൺ. ഓരോരുത്തരുടെ കയ്യിലും ഓരോ വടികൾ പിടിച്ചിട്ടുണ്ട്, ഓരോ ദണ്ടുകൾ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്മേൽ വിചിത്രമായ പാറ്റേണും നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അവർ വിളിക്കുകയാണ്, ഡു റൈസ് ടു ദ സർഫേസ് റൊഡാലിസ് സോ മേ വി മേ ലുക്ക് അറ്റ് യു. റൊഡാലിസെ ഉയർന്നു വരൂ, ഞങ്ങൾ നിന്നെ കാണട്ടെ. ഡു റൈസ് ടു ദ സർഫേസ് ടിനൈക്കോബേഗ സോ വി മേ ആൾസോ ലുക്ക് അറ്റ് യു. അതുപോലെ തന്നെ ടിനൈക്കോബേഗ, ഉയർന്നു വരൂ, ഞങ്ങൾ നിങ്ങളെ കാണട്ടെ എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു കഥ കേൾക്കുമ്പോൾ അല്ലേ, യു മേ ഡൗട്ട് അല്ലേ, നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. ദ ട്രൂത്ത് ഓഫ് ലെജൻഡ്, ഈ ഒരു ഐതിഹ്യത്തിൻ്റെ സത്യസന്ധതയിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ വിശ്വാസ്യതയുണ്ടോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. ബട്ട് യു കനോട്ട് ഡൗട്ട് ദ ഫാക്ട് ദാറ്റ് ദ ചാൻഡിങ് ഓൺ ദിസ് സ്ട്രേഞ്ച് സോങ് ഡസ് ഇൻ ഫാക്ട്. ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. കാരണം lure giant turtles to the surface of the blue waters of the bay near Namuwana village on the island of Kadao. ഈ ഒരു പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ ജയന്റ് ടേർട്ടിൽസിനെ നിങ്ങൾക്ക് വലയിട്ട് പിടിക്കാൻ സാധിക്കും. ലിവർ മീൻസ് വലയിട്ട് പിടിക്കാൻ സാധിക്കും. നിയർ നമുവാന വില്ലേജ് ഓൺ ദ ഐലൻഡ് ഓഫ് കടാവു. കടാവു ഐലൻഡിലെ നമുവാന വില്ലേജിൽ നിന്നും ഈ ഒരു പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് വലയിട്ട് പിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രദേശത്തേക്ക് പോയാൽ നമുവാന വില്ലേജിനെ കുറിച്ച് പോയാൽ ഈ ഒരു ആചാരം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അതോടുകൂടെ നമ്മുടെ സംശയം അതോടുകൂടെ തീരുന്നതാണ്. ഇതൊരു ഫിജിയൻ ലെജൻഡാണ്. അപ്പോൾ ഈ ഒരു ഈ ഫിജി ഗ്രൂപ്പ് ഇത് എവിടെയാണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാവും. എവിടെയാണ് ഫിജി ഗ്രൂപ്പ്? എബൌട്ട് ഫിജി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 94 കാണാം. എബൌട്ട് ഫിജി. ഇറ്റ് ഈസ് എ മൾട്ടി കൾച്ചറൽ ഐലൻഡ് നേഷൻ. പല സംസ്കാരങ്ങളുള്ള ഒരു ദ്വീപ് സമൂഹമാണ് ഫിജി ഐലൻഡ്. It has a cultural traditions of the people Oceanic, European, South Asian and East Asian origins. Oceanic, European, South Asian, East Asian ആളുകളുടെ സാംസ്കാരിക പാരമ്പര്യമാണ് ഈ ഒരു ദ്വീപിലുള്ള ജനങ്ങൾക്ക്. It consists of nearly 320 islands on the southwest Pacific Oceans. 3,152 കിലോമീറ്റർ ഫ്രം സിഡ്നി, ഓസ്ട്രേലിയ. ശാന്ത സമുദ്രത്തിന് തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഏകദേശം 320 ദ്വീപുകളാണ് ഈ ഒരു ഫിജി ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും 3152 കിലോമീറ്റർ അകലെയാണ് ഫിജി ഗ്രൂപ്പ്. നിയർലി 100 ഓഫ് ദീസ് ഐലൻഡ്സ് ആർ ഇൻഹാബിറ്റഡ്. ഇതിൽ ഏതാണ്ട് 100ഓളം ദ്വീപുകളിൽ ആൾപ്പാർപ്പ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എവിടെയാണ് ഫിജി എന്നുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഫിജി ഗ്രൂപ്പിലുള്ള വിചിത്രമായ ഒരു ആചാരത്തിലേക്കാണ് ഈ ഒരു ചാപ്റ്റർ നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. First question, how according to the legend did the warriors of Kadavu save themselves a long journey by the sea?
ഐതിഹ്യപ്രകാരം എങ്ങനെയാണ് കടാവുവിലെ യോദ്ധാക്കൾ ഒരു നീണ്ട യാത്ര ഒഴിവാക്കിയിരുന്നത്? അക്കോർഡിംഗ് ടു ദ ലെജൻഡ് ദ വേരിയേഴ്സ് ഓഫ് കടാവ്, ഈ ഒരു പാരഗ്രാഫിൽ തന്നെ നമുക്കതിൻ്റെ ആൻസർ കാണാം. വേരിയേഴ്സ് ഓഫ് കടാവ് സ്ലിഡ് ദെയർ ലാസ്റ്റ് കാണാം, സ്ലിഡ് ദെയർ ക്യാനോസ് ഓൺ ദ റോളേഴ്സ് അപ്പ് ഓവർ ദ നാരോ നെക്ക് ഓഫ് ദ ലാൻഡ് ടു സേവ് ദ ലോങ് ജേർണി എറൗണ്ട് ദ ഈസ്റ്റ് ദ വെസ്റ്റ് ഓഫ് കടാവു ഐലൻഡ്. കടലിലൂടെയുള്ള നീണ്ട യാത്ര ഒഴിവാക്കാനായി യോദ്ധാക്കൾ വഞ്ചികൾ റോളറിലാക്കി ഇടുങ്ങിയ കരയിടക്കിന് മുകളിലൂടെ തള്ളിയിറക്കുമായിരുന്നു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The turtles will not rise to the surface of the bay if any member of the nearby village of Nabukalevu is present there. What could be the reason? തൊട്ടടുത്ത ഗ്രാമമായ നബൂക്കലേവുവിലൂടെ ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ആമകളും ആ ഒരു കടൽ തീരത്തേക്ക് വരികയില്ല. എന്താണ് അതിൻ്റെ കാരണം? It was the fisherman Nabukalevu who tried to take away the Tinaiko Bega, the wife of the chief of Namuwana, and her daughter Rhodalis. These two women saved themselves by turning into the turtles. The turtles that now live on the bay are the descendants of these two women. The people of Namuwana and the Nabukalevu are great rivals. അപ്പോൾ നബൂക്കലേവയിലെ മുക്കുവരാണ് നമുവാനയിലെ ഡിനൈക്കോ ബേഗയെയും റൊഡാലിസിനെയും കൊണ്ടുപോകാൻ ശ്രമിച്ചത്. നബൂക്കലേവുവിലെയും നമുവാനയിലെയും ആളുകൾ വളരെയധികം ശത്രുക്കളായിരുന്നു. അതുകൊണ്ടാണ് നബൂക്കലേവുവിലെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ആ ആമകൾ ഒറ്റൊന്നു പോലും തീരത്തേക്ക് അണയാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ആർ റിച്വൽസ് സ്ട്രേഞ്ച് വൈ? എല്ലാ ആചാരങ്ങളും വിചിത്രമാണോ? എന്തുകൊണ്ട്? അതല്ലേ, എല്ലാ ആചാരങ്ങളും യെസ്, ഓൾ ദ റിച്വൽസ് ആർ ദ സ്ട്രേഞ്ച്, എല്ലാ ആചാരങ്ങളും വിചിത്രമാണ്. കാരണം ദേ ആർ സ്ട്രേഞ്ച് ബിക്കോസ് ഇൻ ആൾ ഓഫ് ദം സം ഇമ്പോസിബിൾ തിങ്സ് ആർ ഡിസ്ക്രൈബ്ഡ്. അല്ലെ, എല്ലാത്തിലും അസാധ്യമായ പല കാര്യങ്ങളും വിവരിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത് വിചിത്രമായി നമുക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമൻറ്റ് ഓൺ ദ ഓപ്പണിംഗ് സെൻറ്റൻസ് ഓഫ് ദ ലെജൻഡ്. ഐതിഹ്യത്തിലെ ആദ്യ വാചകത്തിൻ്റെ പ്രത്യേകത എന്താണ്? അല്ലേ, ദ ഓപ്പണിംഗ് സെൻറ്റൻസ് ഈസ് എ ടിപ്പിക്കൽ വേ ഓഫ് സ്റ്റാർട്ടിങ് എ സ്റ്റോറി. അല്ലേ, ഒരു സ്റ്റോറി തുടങ്ങുന്നത് പോലെയാണ് ഈ ഒരു ലെജൻഡ് തുടങ്ങുന്നത്. എങ്ങനെയാണ് സ്റ്റോറി തുടങ്ങുന്നത്? മെനി മെനി ഇയേഴ്സ് എഗോ ലിവ്ഡ് എ വെരി ലവ്ലി പ്രിൻസസ് കാൾഡ് ടിനൈക്കോ ബേഗ. അല്ലേ, ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് സുന്ദരിയായ രാജകുമാരി ഉണ്ടായിരുന്നു. അല്ലേ, ഈ ഒരു രീതിയിലാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. Next question. What happens to the two women when they go fishing? മീൻ പിടിക്കാൻ പോയ സ്ത്രീകൾക്ക് എന്താണ് സംഭവിച്ചത്? When the two women go fishing, they are seized by the fisherman from the neighboring village. Their hands and the feet are tied and they are thrown into the hold of the canoe on the fisherman. As the women are taken away, a storm rises in the sea and the canoe is in danger of drowning. The women turn into the turtles and they are thrown into the sea by the fisherman. മീൻ പിടിക്കാൻ പോയപ്പോഴാണ് ആ സ്ത്രീകളെ തൊട്ടടുത്ത ഗ്രാമത്തിലെ മുക്കുവർ കൊണ്ടുപോയത്. അവരുടെ കൈകാലുകൾ ബന്ധിച്ച് അവരെ വെള്ളത്തിലിട്ടാണ് കൊണ്ടുപോയത്. യാത്രക്കിടയിൽ ഒരു കൊടുങ്കാറ്റടിക്കുകയും വഞ്ചി മുങ്ങുമെന്ന അവസ്ഥ വരികയും ചെയ്തപ്പോൾ അവർ ആമകളായി മാറുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ വെദർ സിഗ്നിഫൈ? കാലാവസ്ഥയിൽ വന്ന മാറ്റം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതിൻ്റെ അർത്ഥം The change in weather signifies that the gods of the sea answered the prayers of the two women. ഈ രണ്ട് സ്ത്രീകളുടെയും പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് ഈ ഒരു മാറ്റം സൂചിപ്പിക്കുന്നത്.
The changed weather would help them to escape from the captivity of the fisherman നബൂക്കലേവു. നബൂക്കലേവുവിലെ ഈ ഒരു ഫിഷർമാനിൽ നിന്നും അവരെ രക്ഷിച്ചത് ഈ ഒരു കാലാവസ്ഥയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ ദ വുമൺ ഡ്രസ്ഡ് ഇൻ മോർണിംഗ്? എന്തുകൊണ്ടാണ് നമുവാനയിലെ സ്ത്രീകൾ കറുത്ത വസ്ത്രങ്ങൾ അണിയുന്നത്? അല്ലേ? ബിക്കോസ് ദേ ലോസ്റ്റ് ദെയർ വൈഫ് ഓഫ് ദെയർ ചീഫ് ആൻഡ് ഹെർ ഡോട്ടർ. അവർ ഈ ഒരു വസ്ത്രം അണിയാൻ കാരണം അവർ വളരെ വിഷമത്തിലാണ്. കാരണം അവരുടെ മൂപ്പൻ്റെ ഭാര്യയും മകളുമാണ് അവർക്ക് നഷ്ടമായത്. അവരെ ആമകളായി മാറിയത് കൊണ്ട് ഇനി ഒരിക്കലും കരയിലേക്ക് തിരിച്ച് വരില്ല. അപ്പോൾ അവർ മരിച്ചതുപോലെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. മരിച്ച സമയത്താണ് കറുത്ത വസ്ത്രം, അല്ലെങ്കിൽ മരണത്തിൻ്റെ ആ ഒരു ദുഃഖസൂചകമായിട്ടാണ് കറുത്ത വസ്ത്രം അണിയുന്നത്. വാട്ട് ഡു ദ ലൈൻസ് ഓഫ് ദ സോങ് ഇൻഡിക്കേറ്റ്? ഈ പാട്ടിലെ വരികൾ എന്താണ് സൂചിപ്പിക്കുന്നത്? The lines of the song indicate that the women of Namuvana love the wife of their chief and her daughter Tinaiko Bega and Rodalis, and they also want to have a look at them. ആ വരികളിൽ നിന്നും മനസ്സിലാകുന്നത് നമുവാനയിലെ സ്ത്രീകളും അവരുടെ മൂപ്പൻ്റെ ഭാര്യയെയും മകളെയും വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നാണ്. മാത്രമല്ല അവരെ വീണ്ടും കാണാൻ ഈ ഒരു സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു പാട്ടിലൂടെ മനസ്സിലാകാൻ സാധിക്കുന്നത്. ഇത്രയുമാണ് ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ ഒരു 2-3 ആക്ടിവിറ്റി കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Okay, now I here to stop my class. Thank you.